ഇന്ന് മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. എഗ് 65 വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം 5 പുഴുങ്ങിയ മുട്ട വേണം. അപ്പോൾ ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ, മഞ്ഞയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയുടെ മഞ്ഞ ഒന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയുടെ മഞ്ഞയും മാറ്റി വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ളം ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ആദ്യം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഇഞ്ചിയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം, അതല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി വേണമെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും മൈദയോ കടലപ്പൊടിയോ ചേർക്കേണ്ടതുണ്ട്. അത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് ലൂസാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മുട്ട ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് കുറച്ച് ലൂസായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കടലപ്പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു മുട്ട നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. നമുക്കൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. അപ്പം കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വീണ്ടും കുറച്ചും കൂടി കടലപ്പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഉള്ളത്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു മുട്ട നമുക്ക് കയ്യിൽ വെച്ച് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മുട്ടനെ നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ മുട്ടയും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മുട്ട ഫ്രൈ ചെയ്ത ഈ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിലിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളക് ചേർത്താൽ മതി. ഇപ്പം ചെറുതായത് കൊണ്ട് ഞാനിവിടെ ഒരു 5 വറ്റൽമുളകോളം ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ചില്ലി സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം മുളക് പൊടി ചേർത്താലും മതി. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എത്ര വേണമെങ്കിലും മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.